Hi students, welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the another lecture of Income Tax Administration. We are dealing with the second module, Penalty, Offences and Prosecution. അപ്പോൾ നമ്മൾ പെനാൽറ്റി ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സെക്ഷൻ 221, സെക്ഷൻ 271A, സെക്ഷൻ 271 AAA, സെക്ഷൻ 271B അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് യെറ്റ് അനദർ സെക്ഷൻ ഓഫ് പെനാൽറ്റി. ഓക്കെ, അപ്പം നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് അയക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തൊട്ട് ഇന്ന് ഞാൻ എവിടം വരെ പഠിപ്പിച്ചോ അത് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, അത് ടേബിളിലാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ആദ്യം സീരിയൽ നമ്പർ ഇടുക, ദെൻ ആ സിറ്റുവേഷൻ എഴുതുക, പിന്നെ സെക്ഷൻ എഴുതുക, പിന്നെയാണ് എമൗണ്ട് ഓഫ് പെനാൽറ്റി എഴുതേണ്ടത്. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ ആൻസർ അയക്കുമ്പോൾ എനിക്ക് ഇതുവരെ എന്ത് ഞാൻ ചെയ്തോ പെനാൽറ്റിയിൽ നമ്മൾ ഇതുവരെ എന്തൊക്കെ എഴുതിയോ അത്രയും ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യണം. ഓക്കെ, സോ ഇന്ന് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ 271 ഇനി നെക്സ്റ്റ് CA വരെയാണ് ഡിസ്കസ് ചെയ്ത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ബാലൻസേഷൻ. ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്ത് നമ്മൾ കുറച്ച് ഒരു ദിവസം ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 271D, section 271E, section 271F, section 271FA and section 271FB. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഓർഡർ അനുസരിച്ച് ഞാൻ ഓർഡർ അനുസരിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഓരോ സെക്ഷൻ്റെ ഓർഡർ അനുസരിച്ചാണ്. അപ്പോൾ സെക്ഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എല്ലാവരും. ബിക്കോസ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, മെൻഷൻ സെക്ഷൻ അണ്ടർ സെക്ഷൻ, മെൻഷൻ ദ പെനാൽറ്റി അണ്ടർ സെക്ഷൻ 271E. അപ്പോൾ ആ സെക്ഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് എഴുതാൻ പറ്റും, നമുക്കത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ലെറ്റ്സ് ഡിസ്കസ് വിത്ത് ദി ടുഡേസ് സെക്ഷൻ, സെക്ഷൻ 271D. സോ അതാണ് സെക്ഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് ഫെയിലിയർ ടു ടേക്ക് ലോൺസ് ഓർ ഡെപ്പോസിറ്റ് of rupees 20,000 or more other than by an account payee check. അതായത് ഒരു പെർട്ടിക്കുലർ അസസി ബാങ്കിൽ നിന്ന് ലോണോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ 20,000 രൂപയിൽ കൂടുതൽ ലോണോ ഡെപ്പോസിറ്റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ആൻ അക്കൗണ്ട് പേയ് ചെക്ക്. അപ്പം നമുക്കറിയാം 20,000 മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത് ത്രൂ അക്കൗണ്ട് പേയ് ചെക്സ് വഴിയാണ്. ഇതിലല്ലാതെയാണ് SSC ട്രാൻസാക്ഷൻ നടത്തിയതെങ്കിൽ then the income tax authority may impose a penalty of rupees a sum equal to the amount of loan or deposit which is taken by the SSC. SSC എത്ര രൂപയാണോ ഫെയിലിയർ ചെയ്തത്, എത്ര രൂപയാണോ എടുത്തത് അക്കൗണ്ട് പേ ചെക്ക് അല്ലാതെ എത്ര രൂപ ആണോ എടുത്തത് അത്രയും രൂപ തന്നെ ആയിരിക്കും ഇൻകം ടാക്സ് അതോറിറ്റി പെനാലിറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 271D. Failure to take loan or deposit for amount of rupees 20,000 or more. Okay, an amount equal to the amount which is taken without using an account payee check. So the next one is section 271E, failure to take loans or deposit or failure to accept, failure to repay. അത് നമ്മൾ പറഞ്ഞത് ടേക്ക് ആണ്. ദെൻ അടുത്തത് ഫെയിലിയർ ടു റീപേ ദി ലോൺ ഡെപ്പോസിറ്റ് ഓഫ് rupees 20,000 or more without an account payee check. ഫെയിലിയർ ടു റീപേ അതായത് എടുത്ത എമൗണ്ട് തിരിച്ച് അടയ്ക്കുക എന്ത് ഇല്ലാതെ ത്രൂ ആൻ അക്കൗണ്ട് പേയ് ചെക്ക്. ഫെയിലിയർ ടു റീപേ the amount of loan or deposit for an amount of rupees 20,000 or more without an account payee check under section 271D. So here the amount of penalty is sum equal to the amount that is to be repaid by the assessee as loan. എത്ര രൂപയാണോ അയാൾ അടയ്ക്കാനുള്ളത് അക്കൗണ്ട് പേയ് ചെക്ക് വഴി അയാൾ എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത് അത്രയും രൂപ തന്നെ പെനാലിറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നതാണ്. Are you clear? So the next one is section 271F, failure to furnish return. Failure to furnish return. If നമുക്കറിയാം return is a mandatory thing which is done by all SSC.
Okay, return എല്ലാവരും ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്ന ഡേറ്റിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കണം. Are you clear? So ഇനി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ under section 271F അനുസരിച്ച് an assessee is liable to pay an amount of rupees 5,000 as penalty imposed by the income tax authority. Amount എത്രയാണ്? rupees 5,000. അതാണ് failure to furnish return under section 271F. Okay. Now the next one is failure to furnish annual statement. Okay, failure to furnish the annual statement. Failure to furnish the annual statement. അതായത് ഒരു വർഷം അവസാനം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനാണ് നമ്മൾ ആനുവൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അണ്ടർ സെക്ഷൻ 271FA, അണ്ടർ സെക്ഷൻ 271FA, and the amount of penalty shall be the amount imposed by the income tax authority. The amount of penalty shall be rupees 100 during such the അല്ലെങ്കിൽ എന്ന് വരെയാണോ ഫെയിലിയർ കണ്ടിന്യൂ ചെയ്തത് ആ ദിവസം വരെ പെർ ഡേ ₹100 അസസി അടയ്ക്കണം as the amount of penalty until which the failure continues. എന്ന് വരെയാണോ അസസി ഫെയിലിയർ നടത്തുന്നത് അന്ന് വരെ ₹100 പെർ ഡേ, ഒരു ദിവസം ₹100 വെച്ച് അസസി അടയ്ക്കണം. ഫെയിലിയർ ടു ഫർണിഷ് ദി ആനുവൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ആനുവൽ സ്റ്റേറ്റ്മെന്റ്. Then the next one is failure to furnish statement regarding fringe benefits or return on fringe benefits. Failure to furnish the return on fringe benefit under section 271FB. ഫ്രിഞ്ച് ബെനിഫിറ്റ് നമുക്കറിയാം, നമ്മൾ നോക്കിയായിരുന്നു മോട്ടോർ കാർ, വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ, പേയ്മെന്റ് ഓഫ് ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നതാണ്. അസസി ഇത് അവൈൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേണും ഇൻകം ടാക്സ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അസസി is liable to pay an amount of ₹100 every day per day during such period അല്ലെങ്കിൽ until such the period in which such failure continues. എന്ന് വരെയാണോ ആ ഫെയിലിയർ കണ്ടിന്യൂ ചെയ്യുന്നത് അന്ന് വരെ ഒരു ദിവസം ₹100 വെച്ച് അസസി അടച്ചിരിക്കണം. This is the amount of penalty. So ഇത്രയും ആവുമ്പോൾ 271FB വരെ ആവുമ്പോൾ 271 വരെയുള്ള സെക്ഷൻസ് കഴിഞ്ഞു. ഇനി കുറച്ച് സെക്ഷൻ കൂടിയും നമുക്ക് നോക്കാനുള്ളൂ. നെക്സ്റ്റ് കംസ് സെക്ഷൻ 272. അപ്പൊ നമ്മൾ 271 സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. സെക്ഷൻ 271D, സെക്ഷൻ 271E, സെക്ഷൻ 271F, സെക്ഷൻ 271FA, സെക്ഷൻ 271FB. So that's all about the today's session. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട, ആ ടേബിൾ മുഴുവനായിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. So that's all about the today's session. This is Asha SP signing off from Bosco Campus Fish.